ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. നമ്മളിവിടെ സെക്കൻഡ് മൊഡ്യൂൾ തുടങ്ങുകയാണ്. കമ്പ്യൂട്ടർ സി പ്രോഗ്രാമിൻ്റെ നമുക്ക് പ്രോഗ്രാമിങ്സ് ഒക്കെ ചെയ്ത് പഠിക്കാൻ വരുന്ന ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം. ബേസിക് സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം എന്നാണ് നമ്മൾ അതിൻ്റേതാണ് പറയുന്നത്. ദ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ആർ പ്രൊവൈഡഡ് ടു കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് പ്രോഗ്രാം ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോഗ്രാം ഈസ് നോൺ ആസ് പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിംഗ് ഈസ് എ പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റി. പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് പ്രോഗ്രാം. നമുക്ക് സി വാസ് ഇവോൾഡ് ഫ്രം അൽജോൾ BCPL ബേസിക് കമ്പൈൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ബൈ ഡെന്നിസ് റിച്ചിയാണ് ഇത് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് സി സ്ട്രക്ചർഡ് ഹൈ ലെവൽ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ്. സി ഈസ് എ വെരി പവർഫുൾ വൈഡ്ലി യൂസ്ഡ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെനി scientific program situations. It forms the core of the modern languages Java and C++. It allows you access to the bones of your computer. Structure of C program. Documentation selection വരുന്ന commands. Linkage selection. Include files. Definition section വരുമ്പോൾ define. Global declaration section variable and functions. Main function section local declaration but executable code post വരുമ്പോൾ main രണ്ട് ബ്രാക്കറ്റ് ഫംഗ്ഷൻ. ഇനി അടുത്തതാണ് സം പ്രോഗ്രാം സെക്ഷൻ ഫംഗ്ഷൻ 1. ഇങ്ങനെ ഫംഗ്ഷൻ ഡെഫിനിഷൻ സെക്ഷനാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. പോയിന്റ്സ് ടു റിമെമ്പർ. എവരി സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ സി ഷുഡ് end with a semicolon. എൻ്റെ അമ്മോ semicolon. In everything is written in lower case. Our uppercase letters used for symbolic names represent constants. Include is a preprocessor directive. Studio H is a header file for standard input-output functions. It activate keyboard and monitor. എൻ്റെ അമ്മോ 2 ലൈനുണ്ട്. ലൈൻ കമാൻഡ്സ് ഉണ്ട്. സിംഗിളും ഉണ്ട്, മൾട്ടിപ്പിളും ഉണ്ട്. നമുക്കൊന്ന് സിംഗിൾ ലൈൻ കമാൻഡ് ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് 2 വരും. മൾട്ടിപ്പിൾ ലൈൻ ഈസ് കമാൻഡഡ് ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് ലൈൻ *****. കമാൻഡ് ലൈൻസ് ആർ നോട്ട് executable statements and therefore anything between ** and is ignored by the compiler. Execution begins from main and #. Main has no arguments or and bracket or parameters bracket. Every program must have exactly one main function. C permits different forms of main statements. They are main bracket close bracket, int main close bracket, void main close bracket, main void bracket, void bracket nathiya, void main void bracket, int main void. എൻ്റെ അമ്മോ സി പ്രോഗ്രാംസിനും ടോക്കൺസ് ഉണ്ട്. നമുക്ക് മറക്കാൻ പറ്റാത്തവരാ. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, കോൺസ്റ്റൻസ്, ലിറ്ററൽ കോൺസ്റ്റൻസിൽ തന്നെ ഇൻറ്റിജറുണ്ട്, ക്യാരക്ടറുണ്ട്, സ്ട്രിങ് കോൺസ്റ്റൻ്റ് ഉണ്ട്, പിന്നെ ഫ്ലോട്ടിംഗ് കോൺസ്റ്റൻ്റ് ഉണ്ട്. എൻ്റെ അമ്മോ ഫ്രിക്ഷണൽ ഫോം, എൻ്റെ അമ്മോ എക്സ്പൊണൻ്റ് ഫോം, പങ്ക്ച്വേറ്റേഴ്സ്, ബ്രാക്കറ്റ്, അറേസ് അങ്ങനെ വരുന്നത്, സെപ്പറേറ്റർ അങ്ങനെ വരും. ഓപ്പറേറ്റേഴ്സ്, ബൈനറി ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, റീജിയണൽ ഓപ്പറേറ്റർ, കമ്പോണൻറ്റ് സെലക്ഷൻ, എൻ്റെ അമ്മോ കണ്ടീഷണൽ ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ, ട്രൂ ഫ്രം, ഫോൾസ് ഫ്രം, എൻ്റെ അമ്മോ കൺസിഡർ ദ ഫോളോയിങ്. ഇൻറ്റ് എ, ഞാനൊരു എക്സാമ്പിൾ ഒരു വാല്യൂ പറയാം. ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10 എന്നും പറയാം, എന്ത് നമ്പറോ. ഇൻറ്റ് ബി ഈസ് ഈക്വൽ ടു 15, ഇൻറ്റ് എക്സ് കോമ ഇടുക. അടുത്തതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലായല്ലോ. നമുക്കിനി അവരെ ഡെഫിനിഷൻസും എല്ലാം പരിചയപ്പെടാം. Keywords.
These are words whose meaning has already been explained to the C compiler. Keywords cannot be used as variable names. Keywords are also known as reserved words. There are only 32 keywords in C. Examples: char, char, character, double, void, if. Identifiers in these are fundamental building block of a program. Identifiers refers to the names of variable functions and arrays. Arrays തന്നെ 1 dimension 2 dimension വരെ ഉണ്ട്. There are user defined names and consist of a sequence of letters and digits with the letter as first character. Constants, literal. Constants means literal. These are data items that never change their value during a program run. These are fixed values. The types of constants are integer constant. These are whole numbers without any fraction part. It must have at least one digit and must not contain any decimal point. It can be either positive or negative. Examples are 426 plus 200 minus 760. Character constant. A character constant is one character enclosed in a single quotas. Examples are a double comma, പിന്നെ 5 double comma, പിന്നെ 2 comma, inverted equal comma. A character constant have corresponding AAC, American Standard Code for Information Language. Values, for example, AAC 2 value of A is 65, AAC2 value of A is 97. String constant. Multiple character constants are treated as string constant. A string constant is a sequence of character surrounded by double quotas. Examples are A, B, C, D. Each string constant is default automatically added with a special character vara 0, which makes the line 0 കൂടി കാണിക്കുന്നുണ്ട്, which makes the end of string. Thus the size of a string is the number of character plus null character. എൻ്റെ അമ്മോ, ഇങ്ങനെ വന്നു. For the example, ABC is 4. Thus ABC will be automatically represented as ABC bar 0. In the memory, 0 is an ending of string. Maker. Floating constant. Floating constants are also called real constants. These numbers have fractional part. These may be written in one of the two forms called fractional form. A floating constant in fractional form must have at least one digit before a decimal point and at least one digit after the decimal point. It may also have either positive or negative. Example 17.8, 13.867. Example for exponent form വരുമ്പോൾ a real constant in exponent form consists of two parts. Mantissa exponent. For example, 9.8 can be written as 0.98 into 10 raised to 1. 0.98 E01, where mantissa part is 0.98 and exponent part is 1. E01 represents 10. Exponent must be an integer. The examples are 152 E05, 1.52 E07. Punctuators, bracket, parenthesis, braces, comma, semicolon, colon, asterisk,
ആഷ്, പൗണ്ട്, സൈൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അറേസിന് ബ്രാക്കറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു. ഇനി ഓപ്പറേറ്റർ there are two divisions of operator: unary operator and binary operator. Unary operator have one operator to operate upon. There are address operator, unary plus, unary minus, bitwise complement, increment, decrement, logical negation. Binary operators require two depends to operate upon. They are arithmetic operator: addition, subtraction, multiplication, division, remainder. Shift operator: left shift, right shift. Bitwise operator: bitwise and bitwise or bitwise XOR. Logical operators: logical and logical or, logical and not. Assignment operators: assignment, assign product, assign quotient, assign sum. Relational operators: less than, greater than, less than or equal to, greater than, equal to, not equal to. Direct component of selection, indirect component of selector, അങ്ങനെ നമുക്ക് നോക്കാം. കണ്ടീഷണൽ ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ, ഇൻറ്റ് എ ഈസ് ഇക്വൽ ടു ബി, ഇൻറ്റ് ബി ഈസ് ഇക്വൽ 15, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിനി പ്രോഗ്രാം തുടങ്ങിക്കളയാം. നമ്മൾ തുടങ്ങാം, പ്രോഗ്രാം അങ്ങ് തുടങ്ങാം. നമുക്കൊരു പ്രോഗ്രാം തുടങ്ങിയാലോ? തുടങ്ങുകയാണ്. A program to add two numbers and print the result. Include ash studio stdio point h ash കൊടുക്കുക. Header files include ash conio dot h ash. ഇപ്പോൾ ഹെഡർ ഫയൽസ് വരുന്നു. പിന്നെ void main, 2 ഡബിൾ ബ്രാക്കറ്റ്, മെയിൻ ഫങ്ഷൻ. പിന്നെ ഒരു വലിയൊരു ഇത് ഇടുക, ഒരു ഇത് വരച്ച് ഇൻഡെക്സ് വൈ സം, വേരിയബിൾ ഡിക്ലറേഷൻ. എൻ്റെ അമ്മ അടുത്ത എൻട്രി കൊടുക്കുന്നു. അപ്പോൾ പ്രിൻ്റ് എഫ്, എൻ്റെ 2 ഇൻറ്റിജർ നമ്പർ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റായി. പിന്നെ സ്കാൻ എഫ്, ആഷ് പെർസെൻറ്റേജ് ഡി ആൻഡ് എക്സ് ആൻഡ് വൈ. സ്കാനിങ് ദ ഇൻപുട്ട് വരും. എൻ്റെ അമ്മോ സം ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, അതും എൻട്രി കൊടുക്കുന്നു. അപ്പോൾ പ്രിൻ്റ് എഫ് ദ സം ഈസ് പെർസെൻറ്റേജ് ഡി സം പ്രിൻറ്റിങ് ആവും. പിന്നെ ലാസ്റ്റ് ഇത് കഴിയുമ്പോൾ ഗെച്ച് എന്ന് പറഞ്ഞ് 2 ബ്രാക്കറ്റ് ഇട്ട് ഗെച്ച് എന്ന് എഴുതി. പിന്നെ ലാസ്റ്റ് ഇതും കൂടി ഇതുവരെ. ഈ പ്രോഗ്രാം എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അടുത്ത പ്രോഗ്രാം ഞാൻ പറഞ്ഞുതരാം. ഡിഫറൻസ് ബിറ്റ്വീൻ ആൻഡ്. നമുക്ക് എക്സ്പ്രഷൻ എ ഈസ് ഈക്വൽ ടു ഈക്വൽ 5 ഈസ് ടെസ്റ്റ് ഫോർ ചെക്ക് വെദർ എ ഈസ് ഈക്വൽ ടു 5. ദ എക്സ്പ്രഷൻ എ ഈസ് ഈക്വൽ, നമുക്ക് നോക്കിയാൽ അസൈൻ 5 ടു ദ വേരിയബിൾ. ആഷ് ഇൻക്ലൂഡ് സ്റ്റുഡിയോ എച്ച് ക്ലോസ്, ഇൻക്ലൂഡ് then യോണിക്കോ എച്ച് ആഷ് വോയിഡ് മെയിൻ, ആ ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഒരു വര വരയ്ക്കുക. ഇൻറ്റ് പി ഈസ് ഈക്വൽ ടു 8. അപ്പോൾ വേരിയബിൾ ഇനിഷ്യലൈസേഷനായി. എൻ്റെ അമ്മോ, ഇഫ് പി ബ്രാക്കറ്റ് ഇടുക, പി ഡബിൾ ഈക്വൽ 8, ചെക്ക് വെദർ പി ഈസ് ഈക്വൽ ടു 8. അവിടെ നിന്ന് ഒരു എൻട്രി കൊടുക്കുക. പ്രിൻ്റ് എഫ് ബോത്ത് ആർ സെയിം. അവസാനം കഴിഞ്ഞ് ഗെച്ച്. ഇപ്പോൾ ഔട്ട്പുട്ട് വന്നിരിക്കുന്നു ബോത്ത് ആർ സെയിം. നമുക്ക് നോക്കാം. ഷോർട്ട് ആൻസ് വരുമ്പോൾ എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 10 ക്യാൻ ബി റിട്ടൺ ആസ് എ പ്ലസ് ഈക്വൽ 10. വേരിയബിൾ ഓപ്പറേറ്റർ ഈക്വൽ എക്സ്പ്രഷൻ. നമ്മളൊരു പ്രോഗ്രാം നോക്കി. ഇനി നമുക്കിനി ഡേറ്റ ടൈപ്സ് നോക്കാം. ഡേറ്റ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഐഡൻറ്റിഫൈങ് വൺ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ഡേറ്റ. There are 3 classes of data types: ഫണ്ടമെൻ്റൽ, ഡിറൈവ്ഡ് ഡേറ്റ, യൂസർ ഡിഫൈൻഡ് ഡേറ്റാസ്. ഇതാരും മറക്കരുത്. നമുക്ക് ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സിൽ വരുന്ന ഇൻറ്റ് ഫോർ ഇൻറ്റീജേഴ്സ്, അടുത്ത ചാർ ഫോർ ക്യാരക്ടേഴ്സ്,
Float for floating the point numbers. Double for double precision floating point numbers. Void for empty set of values and non-returning functions. The void type has no value. എൻ്റെ അമ്മോ അടുത്തത് derived data types. Derived data types data types are constructed from fundamental data types. There are arrays, functions, pointer, constant. Arrays. An array is a collection of variables of the same type that are referenced by a common name. Function. A function is a named part of a program that can be invoked from other part of the program. A pointer. A pointer is a variable that holds the memory address. This address is usually the location of another variable in memory. Constant. The keywords constant can be added to declaration of the object to make that object a constant rather than a variable. Thus, the variable the named constant cannot be altered during the program run. എൻ്റെ അമ്മോ syntax. Constant type name is equal to value. Example, constant int a is equal to 10. എൻ്റെ അമ്മോ എത്രയുണ്ട്. Use defined data type def. It allow user to define an identifier that would represent an existing data type. Syntax type df type identifier. Here type refers to an existing data type and identifier refers to new name given to the data type. Type def input units. Type def float marks. Here units symbolize int and marks symbolize. They can be later used to declare variables as follows. എൻ്റെ അമ്മോ batch 1 and batch 2. Batch 1 and batch 2 are declared as int variables and name 1 and name 2 are declared as floating point variables. Advantage of type def is that can create meaningful data type names of increasing the readability of the program. Structure എന്താണെന്ന് നമുക്ക് നോക്കാം. A structure is a collection of variables of different data types referenced under one name. Enumeration. Enumerated data types also called enumeration or provides a way for attaching names to numbers, thereby increasing comprehensibility of the code. It has following form. എന്നും ഡിഫറെൻറ്റ് വാല്യൂ 1 വാല്യൂ 2 വാല്യൂ n ബാക്കി പോയി അങ്ങനെ പോയിരിക്കുന്നു. ഇങ്ങനെ ഓരോ ഡേയും എക്സാമ്പിൾ ഐഡൻറ്റിഫയറിൻ്റെ കൊടുത്തിരിക്കുന്നു. കണ്ട വേരിയബിൾ. നമുക്ക് വേരിയബിൾ എന്താണെന്ന് നോക്കാം. എ വേരിയബിൾ ഈസ് എ ഡേറ്റ നെയിം ദാറ്റ് മേ ബി യൂസ്ഡ് ടു സ്റ്റോർ എ ഡേറ്റ വാല്യൂ. ദ ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഡേറ്റ വേരിയബിൾ ലൊക്കേഷൻ വാല്യൂ ഉണ്ടോ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇത് എളുപ്പമാണ് പ്രോഗ്രാം. നമുക്കിനി ഓരോ പ്രോഗ്രാംസ് പറഞ്ഞു. ഇനി പ്രോബ്ലംസ് ഉണ്ട് പ്രോഗ്രാമായിട്ട്. ഞാനൊരു പ്രോഗ്രാം അങ്ങ് എളുപ്പമാണ് ഇതിലെ പ്രോഗ്രാം തൊട്ട് ചെയ്ത് പഠിക്കുക. ഫങ്ഷൻ എല്ലാം പറഞ്ഞു. പ്രിൻ്റ് എഫ് ഇത് പറഞ്ഞു. കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. C program is a set of statements which are normally executed sequentially in the order. We can change the order of execution of statements. For this purpose, we use branching instruction. Decision making statements ആണ് ഞാൻ പറയുന്നത്. Since these statements control a flow of execution, they are also known as branching instruction. Simple if statements കണ്ട if and ടെസ്റ്റ് എക്സ്പ്രഷൻ അങ്ങനെ ഓരോ കാര്യങ്ങളും കൊടുത്ത്
അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, നീഡ് ഇഫ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്രോഗ്രാംസിൻ്റെ എളുപ്പമായ കാര്യങ്ങളുണ്ട്. ലൂപ്പ്, വൈൽ ലൂപ്പുണ്ട്, ഡു വൈൽ ലൂപ്പുണ്ട്, ഫോർ വൈലുണ്ട്. വൈൽ ലൂപ്പ്, ഫോർ വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡിസ്കഷനിലെത്താം. നമുക്കൊന്ന് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. നമുക്കൊരു പ്രോഗ്രാം നോക്കിയാലോ? നമുക്കൊരു പ്രോഗ്രാം നോക്കിക്കളയാം. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ഇൻക്ലൂഡ് ചെക്ക് എ സിറ്റിസൺ എലിജിബിൾ ഫോർ വോട്ടിംഗ്. ഇൻക്ലൂഡ് സ്റ്റുഡിയോ എച്ച്, ഇൻക്ലൂഡ് കോണിയോ എച്ച്, അതെ. വോയിഡ് മെയിൻ. എൻ്റെ അമ്മ ഒരു ബ്രാക്കറ്റ് വരയ്ക്കുക, എന്നിട്ട് ഇൻറ്റ് ഏജ്. പ്രിൻ്റ് എഫ് എൻ്റർ ദ ഏജ് അടിക്കുക, പിന്നെ സ്കാൻ എഫ് പെർസെൻറ്റേജ് ആൻഡ് ഏജ് അത് ചെയ്യുക. ഇഫ് ഏജ് ഈസ് ദെൻ ഈസ് ഈക്വൽ ടു 18. പ്രിൻ്റ് എഫ് എലിജിബിൾ ഫോർ വോട്ടിംഗ് ഗെച്ച്. പിന്നെ തീർന്ന്. ദ ഔട്ട്പുട്ട് എൻ്റർ ദ ഏജ് 21, എലിജിബിൾ ഫോർ വോട്ടിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അതാണ്, അത്രയേ ഉള്ളൂ. അതേപോലെ സിൻടാക്സ്, ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ട അതൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്, ക്ഷമിക്കണം എല്ലാവരും. അതിൻ്റെ ഭാഗങ്ങളായി കുറേ പ്രയാസങ്ങളുമുണ്ട്. ഞാനത് തരണം ചെയ്താണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ പ്രോഗ്രാംസ്, പ്രിൻ്റ് എഫ്, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങൾ ഓരോ ഇക്വേഷനും പ്രോഗ്രാമായിട്ട് ചെയ്ത് നോക്കുക. അതാണ് എൻ്റെ റിക്വസ്റ്റ്. നമുക്കൊന്ന് പ്രിൻ്റ് നമ്പർ ഈസ് ഈവൻ ഓർ ഓഡ്. ഇൻക്ലൂഡ് സ്റ്റുഡിയോ എച്ച്, ഇൻക്ലൂഡ് കോണിയോ എച്ച്, അങ്ങനെ വന്നു. വോയിഡ് മെയിൻ ഇൻറ്റ് നമ്പർ അടിക്കുന്നു. അപ്പോൾ പ്രിൻ്റ് എഫ് കൊടുത്ത് ഇൻറ്റ് നമ്പർ 12 അടിക്കുന്നു. സ്കാൻ എഫ് 12 ഈസ് ഈവൻ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്ത് നമ്പർ %2 ഈക്വൽ ഡബിൾ ഈക്വൽ 0. പ്രിൻ്റ് എഫ് %d ഈസ് ഈവൻ നമ്പർ ഓർ നമ്പർ എൽസ്. അടുത്ത പ്രിൻ്റ് എഫ് %odd നമ്പർ ഗെച്ച്. അത്രയേ ഉള്ളൂ. ഇതോടുകൂടി ആൻസേഴ്സ് കിട്ടി. നമുക്കൊന്ന് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ് ബ്രേക്ക്. നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ്സ് എ വേ ഓഫ് ചൂസിങ് between a set of alternatives on the value of expression. It allows us to make a decision from the number of choices. In the first step expression is evaluated. It checks for matching one by one case statements. When a match is found, program executes the statement. If no match is found, default statement is executed. Break statement causes an exit from the switch statement. It is possible to nest the switch statement. The case can arranged in any order. We can use character values in case and switch. എൻ്റെ അമ്മോ, ഇനി നമുക്കൊന്ന് നോക്കിയാലോ? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. പ്രോഗ്രാം ടു സിമുലേറ്റ് സിമ്പിൾ കാൽക്കുലേറ്റർ. ഇൻക്ലൂഡ് സ്റ്റുഡിയോ എച്ച്, ഇൻക്ലൂഡ് കോണിയോ എച്ച്, വോയിഡ് മെയിൻ, ഫ്ലോട്ട് എ ബി, ചാർ ഓപ്പറേറ്റർ, പ്രിൻ്റ് എഫ്, എൻ്റർ നമ്പർ 1, ഓപ്പറേറ്റർ നമ്പർ 2, സ്കാൻ എഫ്, %f, %c, %f, ആൻഡ് എ, ഓപ്പറേറ്റർ എ ആൻഡ് ബി, സ്വിച്ച് ഓഫ്, ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ഇട്ട് കേസ് പ്ലസ് പ്രിൻ്റ് എഫ് സം %f a + b ബ്രേക്ക്. എൻ്റെ അമ്മോ, കേസ് പ്രിൻ്റ് ഡിഫറൻസ് അടുത്ത a - b ചേർക്കുന്നു, വീണ്ടും ബ്രേക്ക്. പിന്നെ കേസ് അടുത്ത പ്രിൻ്റ് പ്രൊഡക്ഷൻ a × b ബ്രേക്ക്. പ്രിൻ്റ് എഫ് കോഷ്യൻ a/b ബ്രേക്ക്. ഡീഫോൾട്ട് പ്രിൻ്റ് എഫ് ഇൻവാലിഡ് ഓപ്പറേഷൻ ഗെറ്റ്സ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡേയ്സ് വെച്ചും ചെയ്യാം, മന്ത്സ് വെച്ചും ചെയ്യാം. അങ്ങനത്തേതാണ് ഇത്, കേസ് വെച്ചുള്ള ഈ ഒരു ഇതെല്ലാവരും ഈ പ്രോഗ്രാം
ചെയ്ത് നോക്കണം. എൻ്റെ റിക്വസ്റ്റാണ്. നിങ്ങൾക്ക് ഞാൻ ഒരിത് തരയാണ്. ഈ ഒരു വർക്ക് നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഇത് പഠിക്കുക. നമുക്കൊന്ന് ലൂപ്പിംഗ് നോക്കാം. This involves repeating some portion of the program either a specified number of times or until particular condition is being satisfied. 3 types of loop: for, while, do while loop. Looping process general would include following: setting the initialization condition variable, execution of the statements in the loop, test for specified value for condition variable for execution the loop, incrementing or updating the condition variable. While loop നമുക്ക് നോക്കാം. It is a entry control loop. In a while loop, control variable should be initialized before the loop begins. The loop variable should be updated inside the body of the while. Syntax: initialize loop counter, while test loop counter using a condition, bracket ഇടുക, do this and this, increment loop counter. Include studio h, void main 2 ബ്രാക്കറ്റ് ഇടുക, മറ്റേ വലിയ ബ്രാക്കറ്റ് int s is equal to 1, while s is greater than is equal to 10 വലിയ ബ്രാക്കറ്റ് ഇടുക, printf വര n %d, s s++ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഗെറ്റ് പിന്നെയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് വി ഈവൻ ഡോക്യുമെൻറ്റ് ലൂപ്പ് കൗണ്ടർ void main int k is equal to 4 while k then is equal to 1. printf a decrement counter k is equal to k minus 1 ബ്രാക്കറ്റ് ക്ലോസ്, ഡിക്രിമെൻറ്റ് കൗണ്ടറായി. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. കൗണ്ടറായി. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാം നോക്കാം ഒന്നുകൂടി. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻസൈഡ് എ ലൂപ്പ് വിൽ അബോർട്ട് ലൂപ്പ് ആൻഡ് ട്രാൻസ്ഫർ കൺട്രോൾ ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോയിങ് ദ ലൂപ്പ്. എ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്പിയർ ഇൻസൈഡ് എ ലൂപ്പ്. അത് പറഞ്ഞു. ആ പ്രോഗ്രാമും നമ്മൾ പറഞ്ഞു. നമ്മളൊരു പ്രോഗ്രാം നമുക്ക് നോക്കാം. void main ഇൻറ്റ് നമ്പറായി printf എൻട്രി നമ്പർ അടിക്കുക, പിന്നെ സ്കാൻ ചെയ്യുക. ബാക്കി i is equal to while i is നമ്പർ -1 അടുത്ത അടിക്കുക. ഇപ്പോൾ ക്ലോസ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ്. ഇഫ് നമ്പർ %i is =0 പിന്നെ എൻട്രി ചെയ്യുക. പിന്നെ അടുത്ത printf അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക് +i++, പിന്നെ if ഇത് തന്നെ പിന്നെ printf പ്രൈം നമ്പർ. ഇത്രയേ ഉള്ളൂ. പിന്നെ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ സം പ്രോഗ്രാമിംഗ് സിറ്റുവേഷൻ we want to take control to the begin of the loop bypassing the statements inside the loop which have not yet been executed. The keyboard continue allows us to do this when continue is encountered inside any loop. Control automatically passes to the beginning of the loop. A continue is usually associated with if. As an example, let's consider the following program. Example: void main int ij for I is equal to 1, i is less than is equal to i++, close bracket, for I j is equal to 1, j then is equal to j++, if I e w equal j. Continue printf nd അങ്ങനെ ഐ ജെ എൻ്റെ ക്ലോസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പ്രൈം നമ്പർ, നെസ്റ്റിംഗ് ആൻഡ് ലൂപ്പ് കണ്ടല്ലോ, എല്ലാം കണ്ടു കഴിഞ്ഞു. ഇത് നല്ല സെക്കൻഡ് മൊഡ്യൂൾ തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും നല്ല രീതി എടുക്കാൻ പറ്റി. എല്ലാവരും ഈ പ്രോഗ്രാംസ് നല്ല രീതി നോക്കണം. താങ്ക് യു വെരി മച്ച്.